ഒരു വാഴയില അങ്ങോട്ട് വിരിക്കുക. വാഴയില വിരിച്ചു. അതിൽ മുകളിലേക്ക് കരിവേപ്പില ബെഡ് ചെയ്യുക. അടുക്കി 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 കറിവേപ്പില അടുക്കി അടുക്കി വെച്ചു. അതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. ലേശം പച്ച വെളിച്ചെണ്ണയും ഉപ്പും കുരുമുളകും പുരട്ടുക. പച്ച വെളിച്ചെണ്ണ, ഉപ്പ്, കുരുമുളക് പുരട്ടുക. ലേശം. ഈ കുരുമുളകിന് പകരം ഏറ്റവും ബെസ്റ്റ് കാന്താരിയും കരിവേപ്പിലയും കൂടെ അരച്ച് ചേർക്കുന്നതാണ്. കാന്താരി ഇല്ലെങ്കിൽ കുരുമുളക് അങ്ങോട്ട് പുരട്ടിയിട്ട് ഈ എണ്ണ അങ്ങോട്ട് ചൂടാവുന്ന സമയത്ത് ഇതിനെ ഓരോന്നിനെ ആ പാത്രത്തിലോട്ട് അടുക്കണം. അടുക്കി വെക്കുമ്പം ചെറിയ ഫ്ലെയിമിൽ ഇത് അങ്ങോട്ട് പൊള്ളാൻ തുടങ്ങും. പൊള്ളി വരുമ്പോഴത്തേക്ക് അതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിടുക. ഇപ്പൊ അതെ, അപ്പൊ ആ ഒരു സിൽവറിഷ് ഫീലാ കാണുന്നത്. അതിലേക്ക് ലേശം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ലേശം. ഈ തേങ്ങാപ്പാലും ഇതിലുപയോഗിച്ചിരിക്കുന്ന പൊടിയും കൂടെ ഇതിനകത്തൊരു ഗ്രീനിഷ്, ഒരു യെല്ലോയിഷ്, അതായത് ഒരു പച്ചയും മഞ്ഞയായിട്ടുള്ളൊരു ട്വിസ്റ്റ് കളർ വരും. ഇതങ്ങോട്ട് വെന്ത് വരുമ്പം നമുക്ക് ഇതേണക്ക് തൊണ്ടേന്ന് വെള്ളം ഇറങ്ങും.